പിന്നെ കല്യാണം നടക്കാത്തവർക്ക് ഇവിടെ വന്ന് പഞ്ചാമൃതാഭിഷേകം പാലഭിഷേകം ഒക്കെ കഴിച്ച് കല്യാണം നടന്നിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളും ഇവിടെ ഉണ്ട്. നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാനെന്നുള്ളത് പാറക്കടവ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇത് പാലക്കാട് ജില്ലയിലാണ് ഈ ക്ഷേത്രം. വളരെ പ്രശസ്തമായിട്ടുള്ള അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. മണ്ണാർക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ ഷെഡ്ഡിംകുന്നത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലെത്താം. വളരെയധികം മനോഹരമായിട്ട് ഒരു പുഴയുടെ തീരത്തൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ്. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ഐതിഹ്യം ചരിത്രമുള്ളൊരു ക്ഷേത്രം കൂടിയാണിത്. അപ്പൊ എന്തായാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാരും ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും ഒക്കെ ഈ ക്ഷേത്രം എത്തിച്ചേരട്ടെ. അപ്പൊ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ PR കൃഷ്ണൻ, പാലക്കാട് അമ്പിയാപുരത്താണ് താമസിക്കുന്നത്. പക്ഷേ ഈ പാറക്കടവ് ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. മുൻകാലങ്ങളിൽ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മുനീശ്വരന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണെന്നാണ് പല എന്താ പറയുക ജ്യോത്സ്യങ്ങളിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. രണ്ടാമത് വളരെ 300 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് പാറക്കടവ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. ബാലമുരുകനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. ഇപ്പോൾ ശ്രീകൃഷ്ണനെയും നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 2016 അവിടെ കുംഭാഭിഷേകം നടത്തി പ്രതിഷ്ഠിച്ചത്. ഈ ക്ഷേത്രം വളരെ കാലഹരണപ്പെട്ട് വളരെ ശോചനീയാവസ്ഥയിൽ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിനെ 2010 കുംഭാഭിഷേകം നടത്തി പുനഃപ്രതിഷ്ഠ നടത്തി നമ്മൾ വിപുലീകരിച്ച് കൊണ്ടുവന്ന ക്ഷേത്രം ഇന്ന് ഈ ലെവലിൽ എത്തിയിരിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ അടുത്ത ഒരു കുംഭാഭിഷേകത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. അതിലേക്ക് റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പകുതി ഏകദേശം 50% റെനോവേഷൻ്റെ ആയിട്ടുള്ളൂ. ഇനിയും ബാക്കിയുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. രണ്ടാമത് ഇപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ശ്രീകൃഷ്ണപുരം ദേശം മാത്രമല്ല, കേരളത്തിലും തമിഴ്നാട്ടിലും ഓൾ ഓവർ ദി വേൾഡ് ഇത് ഫേമസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വിപുലമായ രീതിയിൽ എല്ലാ ചടങ്ങുകളും തന്ത്രി മുഖ്യൻ്റെ ചടങ്ങുകളും അതിന് കൂടാതെ തമിഴ് സ്റ്റൈലിലുള്ള ചടങ്ങുകളും രണ്ടും കൂടി ക്രോഡീകരിച്ചിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ട് വരുന്നത്. പഴനിയിൽ പാതി പാറക്കടവ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞു. മുരുകനാണ് മെയിൻ പ്രതിഷ്ഠ. മുരുകന് എല്ലാ ഷഷ്ടിക്കും നമ്മൾ അന്നദാനം, രുദ്രാഭിഷേകം എല്ലാം നടത്തുന്നുണ്ട്. അന്നദാനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മുഖ്യ എന്താ പറയുക ഓഫറിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. വളരെ കണ്ടമാനം ആൾക്കാർക്ക് ഡിവോട്ടീസുകൾ വന്ന് അന്നദാനത്തിനും മറ്റുള്ള പൂജകളിലെല്ലാം പങ്കെടുത്ത് വരുന്നുണ്ട്. വളർന്നു വരുന്ന ഒരു ക്ഷേത്രമാണ്. എല്ലാവരെയും ഈ ക്ഷേത്രത്തിലേക്ക് ഈ കമ്മിറ്റിയുടെ ഷാർവിൽ ഞങ്ങളെ ക്ഷണിക്കുകയാണ്. എല്ലാവരും ഈ ക്ഷേത്രം സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കുമാറാകട്ടെ. ശ്രീ സുബ്രഹ്മണ്യസ്വാമി ശ്രീകൃഷ്ണ പ്രധാന ഉത്സവങ്ങള് തൈപ്പൂയമാണ്. എല്ലാ വർഷവും ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായിട്ടാണ് ഇത് വരിക. തൈപ്പൂയത്തിന്റെ തൊട്ട് പിന്നിലുള്ള 4 ദിവസങ്ങളിലും ഉത്സവങ്ങൾ തന്നെയാണ്. പ്രതിഷ്ഠാദിനം മുതൽ തൈപ്പൂയം വരെയുള്ള 5 ദിവസങ്ങളിൽ വളരെ വിശേഷപ്പെട്ട, ഇന്ന് ശാസ്താപ്രീതി പൂജ 4ാം ദിവസം നടക്കുകയാണ്. ഇന്നലെ രുദ്ര ഏകാദശി പൂജയുടെ ചടങ്ങായിരുന്നു. പിന്നെ അതുപോലെ പ്രതിഷ്ഠാദിനം, ആദ്യത്തെ ദിവസം ലക്ഷാർച്ചന ഉണ്ടായിരുന്നു. നാളെയാണ് തൈപ്പൂയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. പിന്നെ കന്നിമാസത്തിൽ വരുന്ന നവരാത്രി 10 ദിവസങ്ങളും 11 ദിവസമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അത് പാരമ്പര്യമായിട്ട് തന്നെ ഓരോരോ കുടുംബം വകയാണ്. ഏകദേശം ഒരു 150-200 ആളുകൾ വൈകുന്നേരത്ത് ഉള്ള ഉത്സവത്തിലും പ്രസാദത്തിനൊക്കെ വരും. ഈ 5 ദിവസവും അന്നദാനമുണ്ട്. ഒന്ന് ഈ പ്രദേശത്തുകാരൊന്നുമില്ല, ഈ പ്രദേശത്തുള്ളവരും ഇവിടുന്ന് പോയിട്ട് ബാംഗ്ലൂര്, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ
അപ്പോൾ ഇന്നത്തെ ശാസ്താപ്രീതി ഉത്സവം നടത്തുന്നത് മസ്കറ്റിലും ബാംഗ്ലൂരിലൊക്കെയുള്ള ഇവിടുത്തെ അയ്യപ്പ ഡിവോട്ടീസാണ്. കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ശാസ്താപ്രീതി പൂജ, അതുപോലെ എന്താ പറയുക, സ്വയംവരത്തിന്റെ പറയില്ലേ അല്ലേ, വള്ളി ദേവസേന സമേത സുബ്രഹ്മണ്യ സമേത കല്യാണം, അതിന് താലികളൊക്കെ ഓരോ വർഷവും 5-6 പേര് സമർപ്പിക്കുന്നു. അവരുടെയൊക്കെ തന്നെ ഇവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനുള്ള വലിയ ശക്തിയുണ്ട് ഇവിടെ എന്നുള്ളതാണ്. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട്, ഇവിടെ ഈ ആറാട്ടുപാറയുണ്ട്, ഇവിടെ വന്ന് പൂജ കഴിച്ചിട്ടാണ് പോവുക. പച്ചായിൽ ശിവക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട് ഇവിടെ വരുന്നു. അതുപോലെ തന്നെ ശ്രീകുറുമ്പ ക്ഷേത്രത്തിൽ നിന്നുള്ള കൊടുങ്ങല്ലൂർ അംബിക ക്ഷേത്രത്തിൽ നിന്നുള്ളത് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രദേശങ്ങളും പൂഴിയപ്പറമ്പ് അവിടെ താലപ്പൊലിക്കുള്ള വടക്കൻവേല ഈ ക്ഷേത്രങ്ങളിലാണ് പോകുന്നത്. ഇവിടെ മാതൃസമിതി വളരെ നല്ല രീതിയിൽ എല്ലാ ഷഷ്ടി ദിവസവും അന്നദാനമുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇപ്പോ നാരായണീയ പാരായണം, അത് മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് നടന്നു വരുന്നത്. അങ്ങനെ എല്ലാവിധ ആളുകളുടെയും വലിയ സപ്പോർട്ടോടു കൂടെയാണ് പാറക്കടവ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും പൂജകളും എല്ലാം തന്നെ നടന്നു വരുന്നത്. ഈ തൈപ്പൂയത്തിന്റെ ഒരു പ്രധാന ഇതാണ് കാവടി ഘോഷയാത്ര. പൂഴിയപ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം വാദ്യഘോഷങ്ങളോടുകൂടെ കാവടി എടുത്ത്, അതാണ് അവിടെ ഇരിക്കുന്നത്, കാവടിയൊക്കെ എടുത്ത് കുട്ടികളും വലിയവരും അങ്ങനെ അപാലവൃദ്ധം ആളുകൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര അവിടെ എത്തിയാലാണ് തേരിന്റെ ഈ മുരുകനെ ഈ തേരിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം. വർഷത്തിൽ ഒരു ദിവസമാണ് ഈ പ്രദക്ഷിണം നടക്കുന്നത്. നാളെ 11 മണിക്കാണ് കാവടി ഘോഷയാത്ര എത്തുന്നതോടുകൂടെ തേര് കഴിഞ്ഞ വർഷം ഒരു പാലക്കാടുള്ള ഒരു ഭക്ത കുടുംബമാണ് സമർപ്പിച്ചത്. കഴിഞ്ഞ വർഷം തൈപ്പൂയത്തിനാണ്. നാളേക്ക് 1 വർഷം തൈപ്പൂയത്തിന് തികയുകയാണ്. നാളെ വീണ്ടും നമ്മുടെ രഥഘോഷയാത്രയുണ്ട്. അപ്പോൾ ഈ എല്ലാ തൈപ്പൂയത്തിനും നടക്കുന്ന രഥഘോഷയാത്രയിലൊക്കെ തന്നെ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും പാറക്കടവ് ക്ഷേത്രത്തിലേക്ക് വളരെ ഭക്തി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2010 ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തി കുംഭാഭിഷേകം നടത്തിയതിന് ശേഷം ഈ ക്ഷേത്രത്തിൽ പല പ്രശ്നങ്ങളാൽ നമുക്ക് കൊണ്ടു നടത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങൾ തിരിച്ചും ജ്യോത്സ്യം, അതായത് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ ക്ഷേത്രത്തിൽ എവിടെയും കാണാത്ത ഒരു അത്ഭുതമാണ്. മുരുകൻ സുബ്രഹ്മണ്യ സ്വാമിയും ശ്രീകൃഷ്ണ സ്വാമിയും ക്ലബ് ചെയ്തിട്ടാണ് ഇവിടെ പ്രതിഷ്ഠയുണ്ടായിരുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ പീഠത്തിന് വേണ്ടിയിട്ട്, അതായത് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ ഒരു ടഗ് ഓഫ് വാർ എന്ന് പറയും. നമ്മൾ മനുഷ്യന്മാർ ചെയ്യണമാതിരി തന്നെ ഭഗവാന്മാർ തമ്മിലും ഒരു ടഗ് ഓഫ് വാർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. ലാസ്റ്റില് നോക്കി അവസാനം പ്രശ്നം വെച്ച് എല്ലാത്തിൻ്റെയും കഴിഞ്ഞ് 2ാമത്തെ ദിവസം നമുക്ക് പ്രശ്നത്തിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, മാപ്പിള ലഹളക്കാലത്ത് ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം നശിപ്പിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയിൽ പൂർവികന്മാർ ക്ഷേത്രത്തിലെ ബിംബത്തിനെ എടുത്ത് പുഴയിൽ കൊണ്ടുപോയി ഇടുകയും ഒളിപ്പിച്ചു വെച്ചു. അതിനു ശേഷം മാപ്പിള ലഹള കഴിഞ്ഞതിന് ശേഷം തിരിച്ച് പ്രതിഷ്ഠ ചെയ്തപ്പോൾ ബിംബം മാറി സുബ്രഹ്മണ്യ സ്വാമിക്ക് പകരം ശ്രീകൃഷ്ണ ക്ഷേത്രം വെണ്ണകൃഷ്ണനെയാണ് നമ്മൾ പ്രതിഷ്ഠിച്ചത്. ഈ സംഭവം അധികം അറിയാതെ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുകയും സുബ്രഹ്മണ്യ സ്വാമിയുടെ ചൈതന്യം ആ ബിംബത്തിൽ വന്നു പെടുകയും ചെയ്തു. തിരിച്ച് ബിംബം കേടുവന്നു പോയതിൻ്റെ വെളിച്ചത്തിൽ പുനഃപ്രതിഷ്ഠ ചെയ്തപ്പോൾ ശ്രീകൃഷ്ണസ്വാമിയുടെ ചൈതന്യത്തെ ആവാഹിക്കാൻ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ ചൈതന്യവും സുബ്രഹ്മണ്യ സ്വാമിയുടെ ചൈതന്യവും ക്ലബായിട്ട് രണ്ടുപേരും തമ്മിലുള്ള ഒരു എന്താ പറയുക മത്സരം മാതിരി വന്ന് അവസാനം അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ക്ഷേത്രം ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കണം എന്ന് കണ്ടതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആരംഭിക്കുകയും, പക്ഷെ ചെറിയ ക്ഷേത്രമല്ല, നമുക്കൊരു ഡിവോട്ടി ഫ്രം ബാംഗ്ലൂർ വന്ന് വലിയൊരു ക്ഷേത്രം തന്നെ ഉണ്ടാക്കി അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചെലവാക്കി ഈ ക്ഷേത്രത്തെ മുരുകൻ സാർ ബാലാംബിക മെറ്റൽസ് എന്ന് പറയുന്ന വ്യക്തി ഈ ക്ഷേത്രത്തെ ഉണ്ടാക്കി അത് കുംഭാഭിഷേകം, അതായത് കലശം നടത്തി എല്ലാം ചെയ്തു തരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതിനുശേഷമാണ് ഈ ക്ഷേത്രം ഡെവലപ്മെന്റിൽ വന്നത്.
ഇന്ന് നമുക്ക് തന്നെ കയ്യിൽ കിട്ടാത്ത വിധത്തിൽ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസം തോറും ഓരോ പ്രദേശങ്ങളിൽ നിന്നും ഡിവോട്ടീസ് അന്വേഷിച്ച് വന്ന് ക്ഷേത്രം സന്ദർശിച്ച് പോകുന്നുണ്ട്. ഇതൊരു വല്ലാത്ത, എവിടെയും നിങ്ങൾ വേൾഡിൽ എവിടെയും കാണാത്ത ഒരു അത്ഭുതമാണ്. രണ്ടാമത് ബാലമുരുകനാണ്. അദ്ദേഹം കുട്ടികളില്ലാത്തവർക്കും കല്യാണം ആകാത്തവർക്കും ഇവിടെ വളരെ പ്രധാനമാണ്. കുട്ടികളില്ലാത്ത, അതിലും ഒരു ഇത് പറയാനുണ്ട്. ഒരു കുട്ടിക്ക് നടക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ അമ്മ ഏകദേശം 12 ഷഷ്ടിയോളം ഇവിടുത്തെ നൈവേദ്യച്ചോറ് കഴിച്ച് പ്രാർത്ഥിച്ചതിന്റെ വെളിച്ചത്തിൽ ആ കുട്ടി നടന്നു തുടങ്ങി ഇന്ന് നല്ല നിലയിൽ ഇരിക്കണു. ഇത് ഒരു എക്സാമ്പിൾ. ഇങ്ങനെ പല എക്സാമ്പിൾസും പറയാൻ നമുക്കുണ്ട്. നിങ്ങളെല്ലാവരും ക്ഷേത്രത്തിലേക്ക് വരൂ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്പൂരിമാരുടെ സമ്പ്രദായവും തമിഴ് സമ്പ്രദായവും രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ പൂജകൾ നടത്തി വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും, പാട്ടിന്റെ ഇത് കേൾക്കുന്നുണ്ടാവും. ഇത് ശാസ്താപ്രീതി, അതായത് അയ്യപ്പനുള്ള ഒരു വലിയ പൂജയാണ്. എല്ലാ കൊല്ലവും ഈ ശാസ്താപ്രീതി മസ്കറ്റ് ആൻഡ് ബാംഗ്ലൂർ ഡിവോട്ടീസ് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ആൾക്കാര് ഇവിടെ വന്ന് നടത്തി തരുന്നുണ്ട്. ക്ഷേത്രത്തിന് ഒരു ബാധ്യതയും വരാത്ത വിധത്തിൽ അവരത് നടത്തി തരുന്നുണ്ട്. ഇത് ഇന്നല്ല, 7 വർഷമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അതിന്റെ ഭജനയാണ് ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഓരോ സമയത്തും നമ്മൾ വളരെ വിപുലമായിട്ടുള്ള പൂജ, ഷഷ്ടി മുഴുവൻ സുബ്രഹ്മണ്യ സ്വാമി ഗായത്രി ഹോമം, രുദ്രാഭിഷേകം, ഇങ്ങനെ പല വിധത്തിലുള്ള പൂജകളും നടത്തി വരുന്നുണ്ട്. എല്ലാ മാസവും അന്നദാനത്തിന് മസ്കറ്റിൽ നിന്ന് ഒരു ഡിവോട്ടി ഈ ക്ഷേത്രം കണ്ടിട്ട് പോലുമില്ല, അവര് എല്ലാ മാസത്തേക്കും അന്നദാനത്തിനുള്ള പൈസ അയച്ചു തരുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും ഞങ്ങൾക്ക് പറയാൻ ഇനി ബാക്കിയില്ല. എത്രയോ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് വരൂ, മുരുകനെ സന്ദർശിക്കൂ, വളരെ പുണ്യം നേടൂ എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതിനു മുമ്പ് പറഞ്ഞാൽ ഇവിടെ രഥം ഒരു സമർപ്പണം ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ രഥം വന്ന് ഇവിടെ സമീപത്ത് എവിടെയും ഒരു അമ്പലത്തിലും രഥമില്ല. ഈ മുരുകന് മാത്രമേ, ഈ ക്ഷേത്രത്തിൽ മാത്രമേ രഥമുള്ളൂ. അത് തൈപ്പൂയ ദിവസം പൂജകളൊക്കെ കഴിഞ്ഞ് 11 മണിക്ക് ശേഷം രഥത്തിൽ ഭഗവാനെ വലം വെക്കുന്നതാണ്. ഇത് ഈ ക്ഷേത്രത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതും കൂടി അറിയിക്കുന്നു. മുരുകനുക്ക് ഹരഹരോ ഹര. ഈ സുബ്രഹ്മണ്യ സ്വാമി അമ്പലം പറയുന്നത് ഒരുപാട് ചെറിയ രീതിയിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ ഭക്തജനങ്ങളുടെയും ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിലാണ് ഇത്രയും വിപുലമായി നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഭവം പറഞ്ഞ മസ്കറ്റ് ഗ്രൂപ്പിൽ നിന്ന് വരുന്നവര് ശാസ്താപ്രീതി നടത്തുകയും അതില് മുഖ്യമായ ഒരാൾക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു. പക്ഷേ മുരുകന്റെ കാരുണ്യത്തില് എങ്ങനെ അവര് വന്നിട്ട് രക്ഷപ്പെടുകയും ഇന്നും ഈ ദിവസം കൂടി അവർ വന്നിട്ട് അരവണ പായസം വെക്കുന്നുണ്ട്. ഇതിനേക്കാൾ എന്താണ് നമ്മൾ പറയാനുള്ളത്? നല്ല ചൈതന്യമുള്ള മുരുകനാണ്. ചോദിച്ച വരം തരുന്നതാണ്. നമ്മൾ കരഞ്ഞു ചോദിച്ചാൽ വരം തരും എന്നുള്ളത് ഇവിടുത്തെ ഓരോ ഭക്തജനങ്ങൾക്കറിയാം. കമ്മിറ്റി അംഗങ്ങൾക്കും ഓരോ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഞാൻ ഈ അമ്പലത്തിന്റെ സെക്രട്ടറിയാണ്. അതൊരു എങ്ങനെ ഒരു കാരണം സംഭവിച്ചതാണ്. ഞാൻ ബാംഗ്ലൂരിൽ ജീവിച്ച ഒരു 10-38 കൊല്ലം ജാലയിലെ അയ്യപ്പന്റെ ദാസനായിട്ട് ജീവിച്ചിരുന്ന ഒരാള് എന്തോ ഒരു ദിവസം രാവിലെ എൻ്റെ ഗുരുസ്വാമി എന്നെ അവിടുത്തെ ശബരിമലയ്ക്ക് ഞാൻ കൊണ്ടുപോയിരുന്ന ഗുരുസ്വാമി പെട്ടെന്ന് എന്നെ ബസ്സിൽ നിന്ന് പുറത്താക്കലും, അങ്ങനെ ഞാൻ പഴനിയിൽ പോയി അവിടുത്തെ ഒരു തങ്കത്തേര് വലിച്ചു. ആ തങ്കത്തേര് വലിച്ചതാണത് കാരണം തോന്നുന്നു. ഇവിടെ നാട്ടിൽ വന്നപ്പോൾ 6 മാസം കൊണ്ട് ഇവിടുത്തെ ഒരു സെക്രട്ടറി ആവാൻ ഒരു കാരണം വന്നു. അടിക്കടി എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ എൻ്റെ ഭാവി സുരക്ഷിതമായിക്കൊണ്ടിരിക്കണമെന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമസ്കാരം, ഞാൻ ഇവിടുത്തെ വാസിയാണ്. ഞാൻ കുട്ടിക്കാലത്ത് ദിവസം വന്ന് ഭഗവാനെ തൊഴുതിട്ട് പോകുന്ന ഒരു ഭക്തനാണ്. പിന്നെ കോളേജ് പഠിക്കാൻ മദ്രാസ് പോയി, പിന്നെ CA പഠിക്കാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂരെത്തി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ CA പാസ്സായിട്ട് 40 കൊല്ലമായി കോയമ്പത്തൂരിൽ പ്രാക്ടീസ് ചെയ്യാണ്.
നല്ല സ്ഥിതിയിൽ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ഇതിന് മുഴുവൻ കാരണം ഈ മുരുകഭക്തൻ എന്ന ഒരു തകരി എനിക്കുള്ളൂ. ഈ മുരുകന്റെ കടാക്ഷം കൊണ്ടാണ് ഇന്ന് എല്ലാവരും നന്നായി ജീവിക്കുന്നു. ഈ പ്രദേശത്ത് എല്ലാ ഭക്തജനങ്ങളും നന്നായി വരുന്നുണ്ട്. സോ എല്ലാവരും ഈ അമ്പലത്തെ എത്തി കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ഭഗവാൻ അനുഗ്രഹം നേടി നല്ലവണ്ണം ജീവിക്കണം എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരഹരോഹര. അനുഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നുണ്ടായ ആളാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ പറയുന്നില്ലെങ്കിൽ കൂടി ചിലത് പറയാം. പിന്നെ ഭഗവാൻ എല്ലാം എല്ലാവർക്കും വാരിക്കോരി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഭഗവാനാണ്. എല്ലാവരും എന്ത് അഭിഷേകം കഴിഞ്ഞാലും എന്ത് വിഷമുണ്ടെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കുന്ന ഒരു ഭഗവാനാണ്. കല്യാണക്കൻ മക്കളില്ലെങ്കിൽ 36 ഷഷ്ടി നോറ്റാൽ മക്കളുണ്ടാവും എന്നുള്ളതൊക്കെയാണ് പ്രശ്നവിധി പ്രകാരം പറയുന്നത്. പിന്നെ കല്യാണം നടക്കാത്തവർക്ക് ഇവിടെ വന്ന് പഞ്ചാമൃതാഭിഷേകം പാലഭിഷേകം ഒക്കെ കഴിച്ച് കല്യാണം നടന്നിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളും ഇവിടെ ഉണ്ട്. കുറേ ഭക്തന്മാരങ്ങനെ വഴിപാടുകൾ നിത്യം കഴിക്കുന്ന കുറേ ഭക്തന്മാർ ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ 2-3 തവണ എനിക്ക് സ്വർണം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ. പക്ഷെ ഭഗവാനോട് നല്ല വിഷമത്തോടെ ഭഗവാനെ എൻ്റെ സ്വർണ്ണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് തിരികെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ട് 3 തവണ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു ശകരം പോലും പോവാണ്ട് തിരിച്ചു കിട്ടിയ ഒരു അനുഭവം എനിക്ക് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എന്തൊരു ആഗ്രഹം നമ്മൾ എന്തൊന്ന് പറഞ്ഞാലും ഭഗവാൻ അത് നടത്തി തരുന്നുണ്ട്. എല്ലാവർക്കും വണക്കം. അതായത് ഇപ്പോൾ പ്രസിഡന്റ് മറ്റുള്ള മെമ്പർമാരെല്ലാം അമ്പലത്തെ പറ്റിയും മറ്റ് ഈ പ്രദേശത്തെ പറ്റിയും എല്ലാം വർണ്ണിക്കുകയുണ്ടായി. ഞാൻ പറയാൻ പോകുന്നതെന്നാൽ ഈ അമ്പലം വളരെ 100-300 കൊല്ലം പഴക്കപ്പെട്ട ഒരു അമ്പലമാണ്. ഇത് പണ്ട് ബ്രാഹ്മിൻസിന്റെ മാത്രം ബ്രാഹ്മിൻസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു അമ്പലമായിരുന്നു. അതിനുശേഷം അത് വളരെ അകപ്പതിക്കുകയും നശിക്കുന്ന സ്റ്റേജ് വന്നപ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങളെല്ലാം ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി ഏറ്റെടുത്ത് ഇന്നത്തെ സ്റ്റേജിൽ കൊണ്ടുവന്നു. ഇതിനു വേണ്ടി ഒരുപാട് ജനങ്ങൾ പ്രയത്നിച്ചിട്ടും സംഭാവന ചെയ്തിട്ടും എല്ലാവിധ സഹകരണങ്ങളും ചെയ്തിട്ടാണ് ഈ അമ്പലം ഇന്ന് ഈ സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. ഹരഹരോഹര ഹരഹരോഹര ഹരഹരോഹര. എൻ്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ്. ഈ ക്ഷേത്രത്തിനടുത്ത് 1 കിലോമീറ്റർ ദൂരത്താണ് വീട്. പരമാവധി കുട്ടിക്കാലത്തൊക്കെ ജനിച്ച് വളർന്ന ഇവിടുത്തെ തന്നെയാണ്. ഈ പുഴയിലെ തന്നെയാണ് കുളിക്കലും ഇതൊക്കെയുണ്ട്. അപ്പൊ ഇതിന്റെ ഐതിഹ്യം കേൾക്കണത് കുടുംബ പാരമ്പര്യം നിലനിർത്താൻ സന്താനങ്ങളില്ലാത്ത ഒരു മനക്കൽക്ക് വിഷമമുണ്ടായെത്തിച്ച് അപ്പൊ അദ്ദേഹം ജീവിതം അവസാനിക്കാൻ വേണ്ടി ഈ പുഴയിൽ വന്ന് ചെയ്തുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് അരുള് കിട്ടിയ ശേഷം ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ ശേഷം ഇവിടെ വന്നിട്ട് ബാലസുബ്രഹ്മണ്യന്റെ ഒരു ക്ഷേത്രം പണിതാൽ നിങ്ങളുടെ കാര്യം സാധിക്കും എന്നുള്ളത് പറഞ്ഞു കേട്ട ദേവപ്രശ്ന പ്രകാരം കേട്ടതുമാണ് പറഞ്ഞത്. പിന്നെ നല്ല യൗവനമുള്ള ഒരാള് ശംഖ് വിളിച്ചാൽ ഈ പ്രദേശം കേൾക്കാവുന്ന എല്ലാ സ്ഥലവും ഭഗവാന്റെ ആണെന്നും ആയിരുന്നെന്നും പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇപ്പോൾ ആകെയുള്ളത് വളരെ കുറച്ച് സ്ഥലമാണ്. എഴയുമ്പോൾ പല ക്ഷേത്രങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഭഗവാൻ ശിവൻ ക്ഷേത്രം, ശ്രീരാമക്ഷേത്രം, ദേവി ക്ഷേത്രത്തിനെല്ലാം ആറാട്ട് ഇവിടെ വന്ന് കുളിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ 2010 ഈ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് കമ്മിറ്റി ഒരു രജിസ്ട്രേഷൻ ചെയ്ത് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ആയിട്ടുള്ളത്. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഞങ്ങൾ അടുത്ത് നിൽക്കുന്ന ശേഷാദ്രിയും കണ്ണൻ സ്വാമി എല്ലാവരും കൂടി ഞങ്ങൾ മസ്കറ്റിൽ 1981 വർഷം മുതൽ ശാസ്താപ്രീതി മഹോത്സവം നടത്തിക്കൊണ്ടുവരികയാണ്. പിന്നെ ഞാനും കണ്ണൻ സ്വാമി അങ്ങനെ എല്ലാവരും കൂടി നമ്മളുടെ ഭാരതത്തിലേക്ക് തിരിച്ചു വന്നു 2017 ശേഷാദ്രി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു അംശമായി ഞങ്ങളെയും ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ആ വർഷം അമ്പലത്തിൻ്റെ തൈപ്പൂയം ഉത്സവത്തിൻ്റെ കൂടെ ഞങ്ങളും ശാസ്താപ്രീതി മഹോത്സവവും വള്ളി കല്യാണവും
അങ്ങനെ 2 എണ്ണം കൊണ്ടാടാൻ തുടങ്ങി. ഇന്നിപ്പോൾ 7 വർഷമായി. വർധന. ആര് വന്നാലും ഏത് ഭക്തന്മാർ വന്നാലും അതിലൊരു മാറ്റവുമില്ല, അതിൽ യാതൊരു സംശയമില്ല. ഭഗവാന്റെ പൂർണ്ണ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് തെളിവുണ്ട്. അങ്ങനെയാണ് പറഞ്ഞ പോലെ ഈ അമ്പലത്തിൽ വർധന വന്നുകൊണ്ടിരിക്കാൻ തന്നെ സകല ഭക്തന്മാരോടും സകല ദേവതന്മാരോടും പ്രാർത്ഥിച്ചുകൊള്ളു. ശരണമയ്യപ്പ. മസ്കറ്റിൽ ഇവിടെ ശാസ്താപ്രീതി പറഞ്ഞ ഒരു ഉത്സവം 2017 വരെ എങ്ങനെയാണ് ചെയ്യാന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ മസ്കറ്റിൽ നിന്നാണ് ഇത്. ഞങ്ങൾ ഈ മസ്കറ്റിൽ ചെയ്യുന്ന അതേ സിസ്റ്റത്തിലാണ് ഇവിടെ ചെയ്യുന്നത്. 2017 ഇവിടെ ഒരു അയ്യപ്പ ഭജന മാത്രമായിട്ട് ഒരു ഭക്തൻ ഇവിടെ അവതരിപ്പിച്ചു. ആ ദിവസം ഞങ്ങളുടെ കുറച്ച് ആൾക്കാർ ഇവിടെ എന്ത് ചെയ്തു, പാരവണ പായസം വെച്ചിട്ട് ഭഗവാനെ നിവേദിച്ചു. ഈ ശാസ്താവിനെ നിവേദിച്ചിട്ട് അത് ശാസ്താവ് നിവേദിച്ച് അയ്യപ്പന് ഭജന കഴിഞ്ഞ് അവിടെ സ്റ്റേജിലും നിവേദിച്ചു കഴിഞ്ഞപ്പോൾ വന്ന ഭാഗവതന്മാർ പറഞ്ഞു, അടുത്ത കൊല്ലം ഇവിടെ ശാസ്താപ്രീതി നടത്താൻ പറ്റില്ലേ ചോദിച്ചു. ഞാൻ അപ്പൊ തന്നെ മൈക്ക് വാങ്ങിയിട്ട് ഒരു ഉറപ്പുമില്ല എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. ധൈര്യമായിട്ട് അടുത്ത കൊല്ലം ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞു. മസ്കറ്റിലെത്തി ഞാൻ രാമസ്വാമിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? ധൈര്യമാ ഇപ്പടി ഒരു വെന്യൂ ഞങ്ങൾക്ക് പാത്തിട്ടിരിക്കും, നിങ്ങൾ അതുക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പോഴേ അവര് 25,000 രൂപ മാറ്റി വെച്ചുവിട്ടാര്. പൈസ പറ്റി சொல்றதല്ല, அந்த ഒരു തുടക്കം വേണമേ, ആരാ ഒരാൾ തുടങ്ങണമേ. அப்படி இது எல்லார்ட்டையும் அங்குள்ள ஓரோ பக்தமார்ட்டையும் இதை பற்றி நாங்க சொன்னோம். அவெல்லாம் ரொம்ப ஹாப்பி. என்னன்னா அச்சது எந்த மஸ்கറ്റ് நம்ம ஊரല്ല, இங்கதான் வந்து நம்ம இருக்கணும். அப்ப നമ്മൾ എന്താ അയ്യപ്പനെ മസ്കറ്റിലെ കൊണ്ടാടുന്ന മാതിരി ജീവിതകാലം മുഴുവൻ അവസാന ശ്വാസം വരെയും അയ്യപ്പനെ കൊണ്ടാടலாம் എന്നുള്ള എന്താ സന്തോഷത്തില് ഇത് എല്ലാരും ரொம்ப ഹാപ്പി ഏറ്റെടുത്തിട്ട് പറയാം. ഇത് ഒരാൾ മറ്റുമോ ഞാനോ രാമണ്ണോ മറ്റുമല്ല, ഇങ്ങുള്ള പാറക്കടവ് കോവിലുള്ള ആൾക്കാര് ജസ്റ്റ് ലൈക്ക് ഫാമിലി. രാത്രി 10 മണി വരെ ആവാമെങ്കിൽ തമിഴിൽ സംസാരിക്കേണ്ട, ഇടയ്ക്ക് തമിഴ് വരുന്നുണ്ട്. 10 മണി വരെ എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. ഇന്നലെ ഞാനും രാമസ്വാമി മിഞ്ഞാന്ന് വന്നു. പക്ഷെ ഇവിടുത്തെ കാര്യങ്ങൾ ഇത്രയും ഇത് ഗംഭീരാക്കാൻ ഇവിടുത്തെ ഓരോ ക്ഷേത്ര കമ്മിറ്റിക്കാരെയും നമസ്കരിച്ചാൽ അത് ഒരു തെറ്റുമില്ല എന്നാ പറയാം. പക്ഷെ അവർക്ക് താങ്ക്സ് പറയില്ല ഞാൻ, കാരണം അവർക്ക് താങ്ക്സ് പറഞ്ഞാൽ അത് ഔപചാരികമായി താങ്ക്സ് അവർക്ക് പറയേണ്ട. ആ വേർഡ് നമുക്ക് ഇതൊരു കുടുംബത്തിലെ പരിപാടിയാണ്. ഒരു കുടുംബത്തിൽ എങ്ങനെ ഫംഗ്ഷൻ നടക്കുന്നുണ്ടോ അതേപോലെ ഓരോരുത്തരും എന്റെ വീട്ടിലത്തെ പരിപാടിയാണ് ഇത് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ, ഓരോ വീട് അറേഞ്ച് ചെയ്യുകയാണെങ്കിലും വരുന്ന ആൾക്കാർ താമസം അറേഞ്ച് ചെയ്യുകയാണെങ്കിലും ഇത് ശാസ്താപ്രീതി പറഞ്ഞ ഒരാളുടെ ഇതല്ല, എല്ലാവരും കൂടെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരു സമ്പ്രദായം കംപ്ലീറ്റ് ഉണ്ട്. ശാസ്താവ് എങ്ങനെ വരുന്നു, ആരൊക്കെ ശാസ്താവിന്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞ് അവർ ഈ വിരുദ്ധത്തിൽ പാടും. അപ്പോ ഇത് ഭയങ്കരമായൊരു അഭിവൃദ്ധിയാണ് ഈ അമ്പലത്തിൽ ഉണ്ടാവുന്നത്. കൂടെ ആരൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടോ ഞങ്ങൾക്കാണ് അഭിവൃദ്ധി. അമ്പലത്തിന്റെ അഭിവൃദ്ധി പറഞ്ഞാൽ ചുറ്റുമുള്ള സമൂഹത്തിന് അഭിവൃദ്ധി. ഇപ്പൊ നമ്മള് ഈ ശാസ്താവിനെ ഭജിക്കുന്ന ഒരാളുടെ ഒരു ഉദാഹരണം പറയാം. ഈ ശാസ്താവിനെ ഭജിക്കുന്ന ഒരാളെ ആരെങ്കിലും നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ അയാളിന്റെ അവസാനമായിരിക്കും. അത്രയും ഉഗ്രരൂപിയാണ് ഇവിടുത്തെ ശാസ്താവ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് പാറക്കടവ് ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ശാസ്താപ്രീതിയും പള്ളി കല്യാണവും ഈ തൈപ്പൂയം 3 കൂടി അത് ഭഗവാൻ വിചാരിച്ചാലേ ഇവിടെ വന്നത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്കത് വരണം വിചാരിച്ചാൽ നടക്കില്ല. എപ്പൊ ഭഗവാൻ വിചാരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് വരാൻ പറ്റും. അപ്പോ ഇത് ഒരു ദിവസം ഫുള്ള് പറഞ്ഞാലും ഇവിടെ ഓരോരോ അനുഭവങ്ങളുണ്ട്. ഇപ്പൊ രാമസ്വാമിക്കായാലും ശാസ്താപ്രീതിയുടെ ദിവസം തന്നെ എന്തൊക്കെയോ സംഭവിച്ച് രക്ഷയുടെ ഒരു ഇതുമില്ലാണ്ട് 2023 അത്രയും പേടിച്ചു. നേരെ ICUലൊക്കെ കിടന്നു വന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ വൈകിട്ട് പൂജ അതേപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു സ്വാമി. ഒന്നും നിർത്തണ്ട, ഞാനിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കോട്ടെ, വിത്തിൻ 7 ദിവസം കൊണ്ട് എല്ലാം ഉഷാറായി. ഇങ്ങനെ എത്ര കാലം ഭഗവാനെ സ്മരിക്കാൻ പറ്റുമോ അത്രയും കാലം എല്ലാവരും കൂടെ വന്ന് ഒരു കുടുംബമായിട്ട് എല്ലാവരും വന്ന് നടത്തി തരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവരും വരണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം. സ്വാമിയെ ശരണമയ്യപ്പ. ഈ അമ്പലത്തില് പൂജ ചെയ്തിരുന്ന ഞങ്ങളൊക്കെ ഇവിടെ ബക്കറ്റിലാണ് വെള്ളം കൊണ്ടുവന്നിട്ട് സ്വാമിക്ക് അഭിഷേകം ചെയ്തിരുന്നത്. ഇവിടുത്തെ നൈവേദ്യം കഴിച്ചാണ് പല കുടുംബങ്ങളും ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോ ഇത് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തത്ര മായാണത്. പഴനിമല മുരുകനാണ് ഇവിടെ വന്നിരിക്കുന്നത്. പഴനിമലയ്ക്ക് ഡെയിലി നമുക്ക് പോകാൻ പറ്റില്ല, ഇവിടെ വന്ന് തൊഴുതാൽ മതി. അതിന് പകരം
സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ വന്നിട്ട് സ്വദേശം തത്തമംഗലമാണ്, ജനിച്ചത് വളർന്നതൊക്കെ. അത് കഴിഞ്ഞ് ജോലിയായിട്ട് പല സ്ഥലങ്ങളും പോയി 2014 റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്ത് അപ്പോഴാണ് തത്തമംഗലം ഗ്രാമത്തെ അവിടെ ഇതേപോലെ ട്രസ്റ്റൊക്കെ ഉണ്ട്. ട്രസ്റ്റിൽ തന്നെ ചേർത്തളം പത്തിൻ്റെ ട്രസ്റ്റിൽ കയറ്റി. അത് അതിൻ്റെ ഇടയിൽ 3 വർഷം ഗ്രാമത്തിലെ പ്രസിഡൻ്റായിരുന്നു. 3 ഗ്രാമത്തിലെ പ്രസിഡൻ്റായിരുന്നിട്ട് എങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ വർഷാവർഷം കളക്ഷൻ ചെയ്യാറുണ്ട്. 2 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം എന്നൊക്കെ പോകും കളക്ഷൻ. അപ്പോൾ അത് സർക്കാർ പെട്ടെന്ന് ഇങ്ങനെ ആയി ചോദിച്ചാൽ ഈ മുരുകൻ ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ വന്നിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പോയപ്പോൾ കൃഷ്ണമൂർത്തി സ്വാമി ബാംഗ്ലൂർ, അതായത് നിങ്ങൾ രാജു സ്വാമി എന്ന് പറയും, നമ്മളുടെ അയാളുടെ മകളെ മോൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് റിലേഷൻ നമ്മളുടെ. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ എല്ലാ അമ്പലത്തിലേക്കും പിരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ പാറക്കടവ് മുരുകനും വല്ല പിരിച്ചു തരുമോ ചോദിച്ചു. അവരങ്ങനെ ഒരു ഐഡിയ ഇല്ല, ഒന്നുമില്ല. എൻ്റെ വക 25 എഴുതിക്കോളൂ പറഞ്ഞു. അതിന് ശേഷം എന്തായി ചോദിച്ചാൽ അതിൻ്റെ നോട്ടീസ് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ വാട്സപ്പിൽ അയച്ചു തരാമെന്ന് ഇതാമോ. വാട്സപ്പിൽ അയച്ചു, പിന്നെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും ഇങ്ങനെ ഇതൊക്കെയാണെന്ന്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ ഇങ്ങനെ പാറക്കടവിൽ മുരുകനുണ്ട്. മുരുകൻ ഒരു സ്റ്റാൻഡിങ് മുരുകനാണ്. അതേപോലെ ചൈതന്യം ജാസ്തി പവറുള്ളൊരു മുരുകനാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞപ്പോൾ ഈ മെസ്സേജൊക്കെ ഞാൻ നമ്മളെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തു. ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തപ്പോൾ അവർ ഇമ്മീഡിയറ്റ് റെസ്പോണ്ട്. ഒരു ഫ്രണ്ട് ലണ്ടനിൽ നിന്ന് വിളിച്ചപ്പോൾ സാർ എത്ര പറയുന്നുണ്ടോ അത്രയും തരാം എന്നാ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു 25,000 രൂപ ഇടാൻ കുഴപ്പമുണ്ടോ ചോദിച്ചു. 25,001 എന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ തിരുമംഗല്യത്തിന് ഇങ്ങനെ ആരും തന്നിട്ടില്ല, എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പം എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ നോക്കട്ടെ ആരെങ്കിലും എന്താ ഡീറ്റെയിൽസ് ഉണ്ട്, എങ്ങനെയാ വില എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെയാണ് 12,500 രൂപ ഡെയിലി കൂടിക്കൊണ്ട് വരുന്നുണ്ട്, ഡെയിലി വരും. അപ്പോൾ അങ്ങനെ ഇതായപ്പോൾ അവർ വന്നിട്ട് 2 പേർക്ക് അയച്ചു. അപ്പോൾ ഒരു മദ്രാസിലെ ഒരു ബാങ്കിലെ ചീഫാണ്. അയാൾ ചോദിച്ചു, തിരുമംഗല്യം എന്താ എത്ര എമൗണ്ട്? 12,500 12,500. അപ്പോൾ അതെങ്ങനെയാണ്, അത് എന്താണ്, എനിക്ക് വലിയ ഐഡിയ ഇല്ല പറഞ്ഞു. വെള്ളി ദേവാന് കല്യാണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഈ ശാസ്താപുരത്ത് രാവിലെ വൈകുന്നേരത്ത് ആ പ്രോഗ്രാം ഉണ്ടാകും. അതിലേക്ക് അന്ന് വെള്ളി ദേവാനയ്ക്ക് കല്യാണം 1 ഗ്രാമിൽ 2 എണ്ണം ചെറുതായി ഉണ്ടാക്കിയെടുത്തു. ഇതേപോലെ വേറൊരു ആൾ അതിനെ വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കിയപ്പോൾ അയാൾ പറഞ്ഞത് 1 ഗ്രാമിൽ എങ്ങനെയാണ് ചെറുതാക്കുന്നത്, 2 ഗ്രാമേ എടുത്തോളൂ, അതിന് എത്ര അയക്കേണ്ടത് പറഞ്ഞു. അത്ര അയച്ചു തന്നേക്കാം. ഇപ്പോൾ 25,000 രൂപ അയച്ചോളൂ. അയാൾ അടുത്ത ദിവസത്തിൽ 25,000 രൂപ അയച്ചു. ഇന്നൊരു ദിവസമാണ് അയാൾ വിളിച്ചു, ഈ ഗർഭഗ്രഹം അയ്യപ്പനെ കെട്ടുന്നുണ്ടല്ലോ, ഈ ഗർഭഗ്രഹത്തിന് എന്താ എങ്ങനെ ചെയ്യുക? അത് കംപ്ലീറ്റ് ഈ അമ്പലം വന്നിട്ട് 100-120 വർഷത്തെ പഴക്കമുള്ള അമ്പലമാണ്. എനിക്ക് സംസാരിച്ചപ്പോൾ ഇവിടെ വന്ന് മനസ്സിലായതാണ്. അപ്പോൾ 100 കൊല്ലം 300 കൊല്ലം പഴക്കമുണ്ട് ഇപ്പോൾ അറിഞ്ഞത്. അപ്പോൾ ആ അമ്പലം, ആ മുരുകൻ്റെ ഒരു പവർ തന്നെ അറിയുന്നുണ്ട്. അപ്പോൾ ഞാനും വലിയ അയ്യപ്പ ഭക്തനാണ്. 38 കൊല്ലം ആ ശബരിമലയ്ക്കൊക്കെ പോയിട്ടുണ്ട്, നടന്ന പെരിയ വഴിക്കൊക്കെ പോയി നടന്നൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ ആണ് പെട്ടെന്ന് അയാൾ എത്ര സംഖ്യ ഇത് വേണമെന്ന് പറഞ്ഞു. ഗർഭഗ്രഹത്തിന് 3 ലക്ഷത്തോളം വരും പറഞ്ഞു. കുഴപ്പമില്ല, ഞാൻ 2-3 മാസം അഡ്ജസ്റ്റ് ചെയ്ത് തരാം, ആദ്യം 50 അയക്കാൻ പറഞ്ഞു. 50 അയച്ചു. അയാളാണ് ഈ 2 ഗ്രാമിനുള്ള സ്വർണ്ണ തിരുമംഗല്യവും അയാൾ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ അത്ര നല്ല മനുഷ്യന്മാർ കൊടുക്കാനുള്ള മനസ്സിലുള്ള ആൾക്കാർ നിറയെ ഉണ്ട്. ഇവിടെ കൊണ്ടു നടത്താനാണ് ആൾക്കാർ ബുദ്ധിമുട്ടാണോ എന്ന് ഉള്ള ലോക്കലുള്ള ആൾക്കാർ പാവങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്ത് അവരുടെ ഹെൽപ്പ് എങ്ങനെയെന്ന് പറയാൻ സാധിക്കില്ല. മുരുകൻ ജയിപ്പിക്കുകയാണോ അല്ല അവർ തന്നെ മുരുകൻ ചെയ്യുന്നുണ്ടോ അറിയില്ല. അത് കാരണം വെട്രിവേൽ മുരുകനക്ക് ഹരഹരോ ഹരാശി ധർമ്മശാസ്താവിന് സ്വാമിയെ ശരണയ്യപ്പ. വേറെ ഒന്നും പറയാനില്ല എനിക്ക് പ്രത്യേകിച്ച്.